അല്ലെങ്കിൽ തന്നെ ഇത് കുറച്ച് കാലം നേരത്തെ സുധീഷ് പറഞ്ഞതുപോലെ കുറേ കാലമായി ഈ അത് തുടങ്ങിയിട്ട്. കാര്യം ശരിയാണ്, നമ്മൾക്കിപ്പോൾ 2008 മുംബൈ ആക്രമണം, അത്രയും ഭീകരമായ ഒരു ആക്രമണം ഉണ്ടായിട്ട് ഇന്ത്യ പ്രതികരിച്ചില്ല. അത് തരമാക്കി എടുത്തില്ലേ, ഇന്ത്യ പ്രതികരിച്ചില്ല. ഇന്ത്യ അതുകൊണ്ട് ഇന്റർനാഷണലി മാക്സിമം ഡിപ്ലോമസി വഴി മാക്സിമം ഒരു ഇതുണ്ടാക്കാൻ നോക്കി, അമേരിക്കയുടെ സഹായം തേടി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഫുൾ തെളിവുകൾ എടുത്തുകൊണ്ട് പാകിസ്ഥാന് കൊണ്ട് കൊടുത്തു. പാകിസ്ഥാനിലെ കോടതി അതെല്ലാം വായിച്ച് നോക്കിയിട്ട് പറയും നല്ല ലിറ്ററേച്ചറാണ് എന്ന് പറഞ്ഞിട്ട് അവരത് ചവിട്ടി കളഞ്ഞു എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ 2001 പാർലമെന്റ് ആക്രമണം, ഇത് ഉറി ആക്രമണം, പഹൽഗാം, പത്താൻകോട്ട്, എല്ലാത്തിൻ്റെയും സമയത്ത് പഹൽഗാം ഒഴിച്ച്, പഹൽഗാം ഏറ്റവും അവസാനത്താണ്, ഇത് ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും കാര്യത്തിൽ പാകിസ്ഥാനെ ഇന്ത്യ ക്ഷണിച്ചിട്ടുണ്ട്. വരൂ, നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം, ജോയിൻ്റ് ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. പാകിസ്ഥാൻ വന്നിട്ടില്ല. തെളിവ് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് തെളിവ് കൊടുത്തു കഴിഞ്ഞാൽ ആ തെളിവ് സ്വീകരിക്കില്ല. പിന്നെ എന്ത് ചെയ്യണം? ഇപ്പോൾ 2 അടി കിട്ടി കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ പറയുന്നുണ്ട് നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. വേണ്ട, നാള് കുറേ ആയല്ലോ നിന്റെ പുറകെ നടക്കാന്ന് പറഞ്ഞിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട്, ജോയിൻ്റ് ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അന്ന് പറ്റില്ലായിരുന്നു. പിന്നെ ഇപ്പം എന്തിന്? 2 എണ്ണം കൊണ്ടപ്പോഴല്ലേ ആ ബുദ്ധി വന്നത്. ഇതാ പറഞ്ഞത്, അടി ചെയ്യും വേറെ അണ്ണൻ തമ്പിയും ചെയ്യും. അതിൻ്റെ അകത്ത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പെഹൽഗാം ആക്രമണം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ദേശവ്യാപകമായിട്ട് അതൊരു വലിയൊരു വേദനയായിട്ട് എല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും ഉണ്ടായ ഒരു വലിയൊരു വേദനയായിരുന്നു. ആ ഒരു വേദന നീതീകരിക്കാനാവുന്നതായിരുന്നു, ഒട്ടും ഒരു തരത്തിലും എന്താ പറയുക സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല ആ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല വിഷമം ഉണ്ടായി. ആ വിഷമം ഫ്രസ്ട്രേഷനായി പലർക്കും. അങ്ങനെയാണ് പാകിസ്ഥാനെ അടിക്കണം, പാകിസ്ഥാനോട് മിലിറ്ററി ആക്ഷൻ ഉണ്ടായിരിക്കണം, കൈനറ്റിക് മിലിറ്ററി ആക്ഷൻ എന്നൊക്കെ പറഞ്ഞത് അത് ഈ ചാനലുകൾ എക്കോ ചെയ്തു, യാതൊരു സംശയമില്ല. ആ ഒരു വേദന അങ്ങനെ വന്ന സിറ്റുവേഷനിലാണ് ഇന്ത്യ ഭീകരവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത്. അത് രാജ്യത്തെ ജനങ്ങൾക്കൊരു വലിയ മൊറാൽ ബൂസ്റ്ററായിരുന്നു. ഈ ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ കൊണ്ട് ഈ ബോട്ടുകൾ തകർക്കാൻ ശ്രമിക്കുന്നത് ഈ മൊറാലാണ്, രാജ്യത്തെ ജനങ്ങളുടെ മൊറാലാണ്. പിന്നെ കുറെ സ്ഥാപിത താല്പര്യക്കാർക്കും ഇതേ ആവശ്യമുണ്ട്. ഇന്ത്യൻ ജനതയുടെ മൊറാൽ തകർക്കുക, അവര് എന്താ പറയുക സന്തോഷത്തോട് പോയിട്ട് ഈ യുദ്ധത്തെ വരവേറ്റ ആൾക്കാരെ കൊണ്ട് പേടിപ്പിക്കുക, അവരെ കുറ്റബോധത്തിലാക്കുക. ഗിൽറ്റ് ട്രാപ്പിംഗ് എന്ന് പറയുന്ന പരിപാടി, അതായത് മനുഷ്യത്വവും പൂമ്പാറ്റകളെ സ്നേഹിച്ച ഭീകരവാദികളുടെ കഥ പറഞ്ഞ് അത് ഗിൽറ്റ് ട്രാപ്പിംഗ് ആണ്. അത് മനുഷ്യർക്ക് അത് കേട്ട് കഴിയുമ്പോൾ കുറ്റബോധം തോന്നണം. അതിനു വേണ്ടിയിട്ടുള്ള എഴുത്തുകളാണത്. ആ എഴുതുന്നവർ ഭാരതത്തിൻ്റെ കൂട്ടുകാരല്ല, ഭാരതത്തിൻ്റെ പൗരന്മാരാണെന്ന് പോലും ഞാൻ കണക്കാക്കില്ല.